മുകേഷിൻ്റെ കാര്യത്തിൽ എന്തുകൊണ്ടാണ് പാർട്ടി നടപടിയിലേക്കൊന്നും പോകാത്തത് എന്നുള്ളത്. അതിനുള്ള മറുപടിയായിട്ടാണ് അദ്ദേഹം ഇക്കാര്യം പറയുന്നത്. അതായത് കോൺഗ്രസിൻ്റെ നടപടി മാതൃകാപരമല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അതിന് അദ്ദേഹം കാരണമായി ഇപ്പം സുകേഷ് സൂചിപ്പിച്ച കാര്യമാണ് പറയുന്നത്. അതായത് നേരത്തെ ജയിലിൽ കിടന്ന MLA-മാരുണ്ട്, അവർക്കെതിരെ അന്ന് നടപടിയൊന്നും എടുത്തിട്ടില്ല, അവരിപ്പോഴും കോൺഗ്രസ്സിലുണ്ട്, MLA-മാരായി തുടരുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളത്. അപ്പം മുകേഷിനുള്ള മറുപടി ആയോ അത് എന്നുള്ളതാണ് ചോദ്യം. കോൺഗ്രസ് എന്ത് ചെയ്യുന്നു എന്ന് നോക്കിയിട്ടാണോ CPM തീരുമാനം എടുക്കേണ്ടത്? അല്ലല്ലോ. ഈ CPM ഒരു പാർട്ടിയാണല്ലോ. CPM-ൻ്റെ അണികളോട് അവർക്ക് എന്താണ് ഇത് സംബന്ധിച്ച് പറയാൻ സാധിക്കുക? ആരോപണ വിധേയൻ എന്ന് മാത്രമല്ല, കേസിൽ പ്രതിയായ കുറ്റപത്രം സമർപ്പിക്കപ്പെട്ട ഒരു കേസിലെ ഒരു MLA അവിടെ തുടരുമ്പോൾ എന്തുകൊണ്ട് അങ്ങനെ തുടരുന്നു എന്ന് കോൺഗ്രസിന് ഇപ്പോൾ ന്യായമായും ചോദിക്കാവുന്നതാണ്. കാരണം കോൺഗ്രസ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടപടി എടുത്തത് എപ്പോഴാണ്? ഒരു ആരോപണം വന്നപ്പോൾ മാത്രമാണ്. ഒരു ഓഡിയോ സന്ദേശം വന്നപ്പോൾ ആ ഓഡിയോ സന്ദേശം ജനങ്ങളെല്ലാം കേട്ടു, കോൺഗ്രസ്സുകാരും കേട്ടു. ആ ഓഡിയോ സന്ദേശത്തിൽ കാര്യമുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യുകയാണ് ചെയ്തത്. ഇപ്പോഴിതാ ഏറ്റവും ഒടുവിൽ മുൻകൂർ ജാമ്യ ഹർജി തള്ളിയ വേളയിൽ അദ്ദേഹത്തെ പ്രാഥമികാന്തത്തിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു. പക്ഷേ ഇടയ്ക്ക് കോൺഗ്രസിന് സംഭവിച്ച വലിയൊരു പിഴവുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സസ്പെൻഷനിലായി എന്നുള്ള പ്രഖ്യാപനത്തിൽ മാത്രം ആ കാര്യങ്ങൾ ഒതുങ്ങി എന്നുള്ളതാണ്. അതായത് കോൺഗ്രസ്സിലെ ഒരു വിഭാഗത്തിന് അപ്പോഴും ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ കുരുക്കിൽ നിന്ന് സ്വയം രക്ഷപ്പെടാൻ കഴിവുള്ള ഒരാളാണ്, അങ്ങനെ വന്നാൽ ഇത് ഞങ്ങൾക്ക് തന്നെ നേട്ടമാകും എന്ന് കരുതി കോൺഗ്രസ്സുകാർ ഒരു വിഭാഗം, വലിയൊരു വിഭാഗം രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം നിന്നു എന്നുള്ളതാണ് സത്യം. അതുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പലപ്പോഴായി പാലക്കാട് വന്ന് പൊതുപരിപാടികളിലും തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്തും പ്രവർത്തിച്ചപ്പോഴും അതിനെ തടയാൻ KPCC പ്രസിഡന്റ് തയ്യാറായില്ല. പലതവണ മാധ്യമങ്ങൾ ഈ ചോദ്യം അദ്ദേഹത്തോട് ഉന്നയിച്ചപ്പോഴും അദ്ദേഹം ഇതുപോലെ അതിനെ സ്കിപ്പ് ചെയ്യുകയാണ് ചെയ്തത്. അത് രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസിൻ്റെ ഔദ്യോഗിക പരിപാടിയിലല്ല പങ്കെടുക്കുന്നത്, തെരഞ്ഞെടുപ്പ് പരിപാടിയിൽ സ്ഥാനാർത്ഥികൾ ആവശ്യപ്പെട്ടത് കൊണ്ട് പോകുന്നതാണ് എന്നൊക്കെ പറയുക മാത്രമാണ് അദ്ദേഹം ചെയ്തത്. അല്ലാതെ രാഹുൽ മാങ്കൂട്ടത്തിൽ നിങ്ങൾ ഇത്തരമൊരു ഇമേജിനുടമയാണ്, ഇത്തരമൊരു ആരോപണം, ഗുരുതരമായ ആരോപണം നിങ്ങളെ മേലെ ഉണ്ട്, അതുകൊണ്ടാണ് നിങ്ങളെ ഞങ്ങൾ സസ്പെൻഡ് ചെയ്തത്, അതുകൊണ്ട് ഞങ്ങളുടെ പാർട്ടിയുടെ പരിപാടിയിൽ നിങ്ങൾ പങ്കെടുക്കരുത് എന്ന് പറയാനുള്ള ത്രാണി എന്തുകൊണ്ടാണ് സണ്ണി ജോസഫ് കാണിക്കാതിരുന്നത്? എന്തുകൊണ്ടാണ് VD സതീശൻ കാണിക്കാതിരുന്നത്? അത് തന്നെയാണല്ലോ കോൺഗ്രസിന് ഇപ്പോൾ പറ്റിയ പിഴവ്, അത് തന്നെയാണല്ലോ. അതുകൊണ്ട് അതാണല്ലോ കോൺഗ്രസ് അനുഭവിക്കുന്നത്. ആ സസ്പെൻഡ് ചെയ്തതിൻ്റെ ഗുണം കോൺഗ്രസ്സിന് കിട്ടിയതേ ഇല്ല എന്നുള്ളതാണ് സത്യം. ഇപ്പോൾ പുറത്താക്കലിൻ്റെ ഗുണം ഒരുപക്ഷെ കിട്ടിയേക്കാമെന്ന് മാത്രം. അതുകൊണ്ട് തന്നെ കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയൊരു പിഴവ് സംഭവിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ CPM-നെ സംബന്ധിച്ച് ഇപ്പം ഗോവിന്ദൻ മാഷ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പത്മകുമാറിനെതിരെ എന്തുകൊണ്ട് നടപടിയെടുക്കുന്നില്ല, അദ്ദേഹത്തെ എന്തുകൊണ്ട് പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നില്ല എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞെന്താ, പത്മകുമാർ ഇപ്പോൾ ജയിലിലാണ്, അദ്ദേഹം അവിടെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നില്ലല്ലോ എന്നുള്ളതാണ്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ പുറത്താണ്, കാട്ടിലാണെന്നാണ് പറയുന്നത്. കാട്ടിൽ രാഷ്ട്രീയ പ്രവർത്തനം എന്തായാലും അത് പോട്ടെ, ഇനിയിപ്പോൾ അദ്ദേഹം ജയിലായി എന്ന് വെച്ചോ, അപ്പോൾ അദ്ദേഹത്തിന് ജയിലിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ പറ്റില്ല, അപ്പോൾ അദ്ദേഹത്തെ പാർട്ടിയിൽ എടുക്കാൻ പറ്റുമോ, തിരിച്ചെടുക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. അങ്ങനെയല്ലല്ലോ പറയേണ്ടത്, മറുപടി അതല്ലല്ലോ. അപ്പം നിയമം ഒരു അല്ലെങ്കിൽ ധർമ്മവും സത്യവും ഒക്കെ ഒരു പാർട്ടിയിൽ മാത്രം, അല്ലെങ്കിൽ വേറെ ഇരട്ടത്താപ്പ് ഇക്കാര്യത്തിൽ ഉണ്ടാവുക എന്നുള്ളത് വലിയ പ്രശ്നം തന്നെയാണല്ലോ. ഇതേ പ്രശ്നം കോൺഗ്രസ്സിന് നേരത്തെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പം വിൻസെൻ്റ് MLA-യുടെ കാര്യത്തിലും എൽദോസ് കുന്നപ്പള്ളിയുടെ കാര്യത്തിലുമൊക്കെ അന്ന് കോൺഗ്രസ് മൗനം അവലംബിക്കുകയായിരുന്നു. അന്ന് കോൺഗ്രസ് ശക്തമായ നടപടിയിൽ പോയിട്ടില്ല എന്നുള്ളത് സത്യം തന്നെയാണ്. അന്ന് എന്തുകൊണ്ട് നടപടിയെടുത്തില്ല, ഇന്ന് എന്തുകൊണ്ട് നടപടിയെടുത്തു എന്നുള്ള ചോദ്യമുണ്ട്. കാരണം തെരഞ്ഞെടുപ്പ് വരികയാണ്, തെരഞ്ഞെടുപ്പിൻ്റെ പടിവാതിൽക്കൽ നിൽക്കുകയാണ്, കോൺഗ്രസിനെ പിടിച്ചു നിൽക്കാൻ വേറൊരു കച്ചിത്തുരുമ്പുമില്ല. അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസ് നിർബന്ധിതമായി തീരുമാനമെടുത്തത്. പക്ഷേ ആ തീരുമാനം മാതൃകാപരമാണെന്ന കാര്യത്തിൽ തർക്കമില്ല. അത് എല്ലാ പാർട്ടികളും അവലംബിക്കേണ്ട ഒന്ന് തന്നെയാണ്. അത് CPM-നും ബാധകം തന്നെയാണ്. CPM ഇപ്പോഴും ആ MLA-യും ഒപ്പം ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നടപടിയെടുക്കേണ്ട ജില്ലാ കമ്മിറ്റി അംഗമല്ലേ പത്മകുമാർ, അല്ലേ, ജില്ലാ കമ്മിറ്റി അംഗം, അദ്ദേഹത്തിന് നടപടിയെടുക്കാത്തത് എന്തുകൊണ്ടാണെന്നുള്ള ചോദ്യം വളരെ പ്രസക്തമാണ്. അപ്പോൾ രണ്ട് വശത്താണെങ്കിലും ഈ വിഷയത്തിൽ ഇത്തരം പ്രശ്നങ്ങളുണ്ട്. അതായത് ആരോപണ വിധേയരെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ആരോപണം ഉന്നയിക്കപ്പെടുന്നവർക്കെതിരെ നടപടിയെടുക്കാൻ അതത് പാർട്ടികൾ തയ്യാറാകണം. കാരണം ഇപ്പം ശരിക്കും കോൺഗ്രസ് സംഭവിച്ചെന്താണ്, ഈ പാർട്ടിയുടെ ആശയമോ ആദർശമോ വെച്ചു പുലർത്തുന്നവർക്കല്ല, നേരെ മറിച്ച് ഒരു സെലിബ്രിറ്റി പവർ ഉള്ളവരെ പൊന്തിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ് ഒരു വിഭാഗം അണികൾ അല്ലെങ്കിൽ ഒരു വിഭാഗം നേതാക്കളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഫലമാണിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സെലിബ്രിറ്റി, റീൽസ്, ഷോർട്സ് ഇതെല്ലാം വെച്ച് സമൂഹത്തിൽ ഒരു പൊസിഷനിലെത്തുക, എന്നിട്ട് പിന്നെ അവരുടേതായ ഇഷ്ടത്തിന് ജീവിക്കുക. അവരെന്ത് തോന്നിവാസം ചെയ്താലും അവരെ പിന്തുണയ്ക്കാൻ കുറച്ച് അണികളുണ്ടാവുക, അവർ വെട്ടുകിളികളായി മാറുക തുടങ്ങിയ അവസ്ഥയാണല്ലോ ഇപ്പോൾ നിലവിൽ തുടരുന്നത്. അതെല്ലാ പാർട്ടിക്കും ഉണ്ടാവുന്ന ഒരവസ്ഥയാണ്. ആ അവസ്ഥയിൽ മാറ്റം വരണമെങ്കിൽ
നിലവിലുള്ള നേതൃത്വം സ്വീകരിക്കേണ്ട മാതൃക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരം ആരോപണങ്ങൾ നേരിട്ടാൽ അവർക്കതിൽ നടപടി സ്വീകരിക്കുക, അവരെ പാർട്ടിയിൽ നിന്ന് അകറ്റി നിർത്തുക, അവരെ പൊതുമണ്ഡലത്തിൽ പ്രവർത്തിക്കാൻ അനുവദിക്കാതിരിക്കുക എന്നുള്ളതാണ്. അതെല്ലാ പാർട്ടികളും ചെയ്യേണ്ടതാണ്. അത് CPM-നും ബാധകമാണ്.